ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ. പരപ്പനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ് കോളേജിലുള്ള ഈ ഭക്ഷണ വിഭവങ്ങളുടെ ഒരു കലവറയാണ് ശരിക്കും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ സവിശേഷമായിട്ടുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് വൈവിധ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നോർത്ത് ഇന്ത്യ മുതൽ ഏകദേശം സൗത്ത് ഇന്ത്യ വരെ, ഈവൻ നോർത്ത് ഈസ്റ്റ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നേട്ടങ്ങളാണ്, അനുഭവങ്ങളാണ്. അപ്പൊ വെൽക്കത്തിന് വെൽ സോമി എന്ന് വായിച്ചിട്ടുണ്ട്. വെൽ സോമി ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ദേശവും കുട്ടികളെ ഈ രംഗത്തേക്ക് ഇതൊരു വലിയൊരു തൊഴിൽ മേഖലയാണല്ലോ, ആ തൊഴിൽ മേഖലയ്ക്ക് കൈപിടിച്ചുയർത്തുക എന്നാണ് ലക്ഷ്യം. ഭാവിയിലേക്കുള്ള അവരുടെ മുന്നേറ്റം, ജോലി ഇതിന്റെ ഉദ്ദേശം. നമ്മുടെ ജഡ്ജി ഇവിടെ ഉണ്ട്, നമുക്ക് എന്താണ് അദ്ദേഹത്തോട് കൂടെ ചോദിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രിപ്പറേഷൻ തന്നെ പറയുന്നത്? നമ്മളൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഒരു തോട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവർ കുക്ക് ചെയ്യുന്നു, അത് വരുന്നു, അത് പ്രസന്റ് ചെയ്യുന്നു, പ്രസന്റേഷൻ, അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ ഇല്ലേ നിയാസ്? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ ഒരു 30 കൗണ്ടറിൽ 7 കൗണ്ടറിലേക്ക് എത്തിയിട്ടുള്ളൂ. പക്ഷേ 7 കൗണ്ടറിൽ തന്നെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഡിഷുകൾ വന്നു. മീൻസ് നല്ല നല്ല തോട്ടുകൾ, കുമ്പളങ്ങ കൊണ്ടുള്ള പായസം, ചെരങ്ങ കൊണ്ടുള്ള പായസം, അറബിക് ഡിഷുകൾ വരുന്നതിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടിപ്പിക്കൽ സ്നാക്സിന്റെ പുറമെ തന്നെ കുറച്ചുകൂടെ ഒരു എത്നിക് അല്ലെങ്കിൽ ഒതന്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപത്തിലുള്ള ഡിഷുകളും കൂടെ കടന്നു. ഞാനൊരു കൊമേഴ്സ് ടീച്ചറാണ്. കൊമേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടിയാണ്. എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഒരു സെയിൽസ് നടത്തേണ്ടതെന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ അടുക്കളയിൽ കയറാത്തവർക്കൊക്കെ ഒരു മോട്ടീവാണ്. ഫുഡ് ജനറേഷൻ നമ്മൾ എപ്പോഴും തള്ളി പറയുന്നതാണ്, അവരിപ്പോഴും മീഡിയന്റെ മുന്നിലാണ് എന്നുള്ളത്. പക്ഷെ അവര് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള നമുക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള കിച്ചണിലെ കാര്യങ്ങളും കുക്കിംഗ് ഒക്കെ അവർക്ക് പറ്റും, ഉഷാറാക്കും എന്നുള്ള അവരോട് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. വെറൈറ്റി വിഭവങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ നല്ലൊരു വിശ്വാസമുണ്ട്. വളരെ നല്ല രൂപത്തിലാണ് ഇപ്പൊ നമ്മളെ ഈ ഫുഡ് ഫെസ്റ്റ് എന്താണ് നടന്നു പോകുന്നത്. അപ്പൊ എല്ലാ വിഭാഗത്തിന്റെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ മോഡേൺ രൂപത്തിലുള്ള ഒരു വിഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഓരോന്ന് നോക്കിയാൽ നമുക്കറിയാം, പല പല വെറൈറ്റീസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് നമ്മളുടെ കുട്ടികൾ അതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫുഡ് ഫെസ്റ്റ് അടിപൊളിയല്ലേ? എല്ലാ വർഷവും നമ്മൾ എന്താണ് അടിപൊളിയാക്കി വരുന്നുണ്ട്, പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. പിന്നെ കുട്ടികളെ ഓരോരോ എന്താ പറയാ കഴിവുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വിഭവങ്ങളാണ് കുട്ടികൾ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ യുവാക്കളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വൈബ് ഉണ്ടാക്കുന്ന രീതിയിലാണ് കൃത്യമായിട്ട് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ല ഒരു ഇന്നോവേഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്തായാലും കുട്ടികളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ആവേശത്തിലാണ്. അടിപൊളിയാണ്, ഭയങ്കര സംഭവമാണ്. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ നടന്നതിനെ അപേക്ഷിച്ച് കുട്ടികൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ബോയ്സ് വരെ ആ BBL ഒക്കെ ബോയ്സ് അവര് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ബിരിയാണിയാണ്. വളരെ മനോഹരമായിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ ഈ ഫുഡ് ഫെസ്റ്റ്. പല പല വിഭവങ്ങളും ഉണ്ട്. ചിക്കൻ മധുഹൂത്ത്, ഇവിടുത്തെ ഒരു വെറൈറ്റി ചിക്കൻ മധുഹൂത്ത് ആണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നീടൊന്ന് ഫുഡ് ഫെസ്റ്റ് വന്നാൽ ഇങ്ങനെ മത്സരിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ബിസിനസ് പരമായിട്ട് നല്ലൊരു, നമുക്ക് ഇനിയും കേറാനുള്ളൊരു. നിങ്ങൾ ഏത് വിഷയം പഠിക്കുന്നത് ഇവിടെ? ബികോമിലെ കുട്ടികളാണ്. അപ്പൊ ബികോമിലെ കുട്ടികളുടെ അഭിപ്രായം ബിസിനസ് സംബന്ധമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാവി മുന്നേറാൻ പറ്റുന്നതാണ് അല്ലേ? എക്സ്ട്രാ എൻജോയ്മെന്റും കൂടാണ്. നമുക്ക് ഫ്രണ്ട്സ് എല്ലാരും കൂടെ നമ്മള് സെയിൽ ചെയ്യുമ്പോഴും മലബാറിനെ സംബന്ധിച്ച് മലബാറിൽ തലശ്ശേരി ഐറ്റങ്ങൾ ഇഷ്ടംപോലെ മലബാറിലെ തലശ്ശേരി ഐറ്റം, ബിരിയാണി ഐറ്റംസ് ഒരുപാട്, പല വെറൈറ്റി ബിരിയാണികൾ നമുക്ക് കാണാം. എല്ലാതരം ബിരിയാണികളും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു പങ്കാളിത്തം തീർച്ചയായും